ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പാറക്കടവ് വഴിയിൽ വീണ്ടും വന്നിരിക്കുകയാണ്. മെയിനായിട്ട് ഞങ്ങളൊരു പൂളാനെ കണ്ടിട്ടാണ് ഇവിടെ ചൂണ്ടിടാൻ വന്നത് തന്നെ. ഇപ്പോൾ അവനെ കാണാനില്ല. എന്നാൽ ആ സമയം കൊണ്ട് കുറച്ച് പള്ളത്തിനെ പിടിക്കാൻ പറ്റുമോ നോക്കാം. ഹലോ ഗൈസ്, നല്ല കിടിലം പള്ളത്തി, മഞ്ഞ കളറിൽ എന്തൊരു ഭംഗിയാന്ന് നോക്കി, സെറ്റപ്പ് പള്ളത്തി. അപ്പോൾ നമുക്ക് ഇവനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരാലിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒരു മഞ്ഞ പള്ളത്തി. മെയിനായിട്ട് വന്നത് ഒരു പൂളാനെ പൊക്കാനായിട്ടാണ്. അപ്പോൾ അവനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അവനെ കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വന്നത് ഇതല്ലേ ഇവനെ പൊക്കാനായിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പുളാൻ. അതായത് ഇവനെ പിടിക്കാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഒരു ഇരയെടുത്ത് ഇവൻ്റെ നേരെ വാഴയുടെ അടുത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആൾ ചാടി പിടിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സക്കർ പോലുള്ളൊരു മീനാണ് കേട്ടത്. എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. ഇതിപ്പോൾ കറുത്തിരിക്കണം, സാധാരണ വെള്ള കളറിലുള്ളത് കിട്ടും, ഇതല്പം ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഉണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മീൻപിടുത്തം കഴിഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് കുറേ പള്ളത്തീനയും കിട്ടിയിട്ടുണ്ട്, കുറച്ച് ഡെഡായിട്ടുണ്ട്. പക്ഷെ എന്തൊരു ഭംഗിയാണെന്നറിയാം ഇവരെ കാണാൻ. ഇത് കണ്ട, ഗ്രേ കളറിലും ഡാർക്ക് കളറിലുള്ള ടൈപ്പ്. അതേപോലെ ഇതും നല്ല കറുത്തിട്ടുള്ളതുണ്ടാ, യെല്ലോ ഷെയ്ഡ് അടിയിൽ വരുന്നത്. പിന്നെ ഉള്ളവരൊക്കെ പാഞ്ഞ് കിടക്കണം, അവരെ പിടിക്കാത്തൊരു പാടാ. മെയിൻ നമ്മുടെ താരം എന്ന് പറയുന്നത്, ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടിടാൻ വന്നു കഴിഞ്ഞപ്പോഴേ, ചൂണ്ടിടാനല്ല പുഴയിലേക്കായിട്ട് വെറുതെ വന്നതാ. അപ്പം ഇവനവിടെ നിൽക്കണ കണ്ടായിരുന്നു. ഇവന് കിട്ടണല്ലോ, ഇവൻ കലിപ്പാ, കിട്ടണില്ലട്ടാ. ഇവനെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ടങ്കീസും കൊടുത്ത് മേടിക്കാനായിട്ട് പോയി. ഇവനെ പിടിക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ കൊച്ചിറക്കനെ ഇവനെ കണ്ടിട്ടില്ല, അവനെ കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സംഭവം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആൾ മുങ്ങിയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആളെ പഴയ സ്ഥലത്ത് തന്നെ വന്ന് കിടന്നപ്പോൾ ഞങ്ങൾ പൊക്കി. അപ്പോൾ ഇതുപോലത്തെ മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നത് വരെ ബായ്.